അപ്പൊ എല്ലാവരും സോഫ്റ്റ് ടെസ്റ്റിംഗ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലെ? അപ്പോ നമ്മളുടെ ടെസ്റ്റിംഗ് വിത്ത് എൻട്രി എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ നമ്മൾ മാനുവൽ ടെസ്റ്റിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ്, അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് എന്താണ് ഈ സോഫ്റ്റ്വെയർ, അതുപോലെ എന്തിനാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാം, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക്, ഇങ്ങനെ നോക്കുമ്പോൾ ആർക്കൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ കരിയറിലേക്ക് എത്തിപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ടെസ്റ്റിംഗ് വിത്ത് എൻട്രി. ആദ്യം തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ, ഈ മെഷീനെ കൊണ്ട് നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് മാനുവലി ചെയ്യുന്ന പല കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ ഒരു ടാസ്കുകൾ, അതിനെ വളരെ ഈസി ആയിട്ട് ഒരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഏതൊരു മെഷീൻ്റെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ഇപ്പോൾ വാഷിംഗ് മെഷീൻ നോക്കിയാലും മിക്സർ ഗ്രൈൻഡർ നോക്കിയാലും മാനുവൽ എഫേർട്സിനെ കുറച്ച് ഓട്ടോമേറ്റഡ് ആക്കി അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെയാണ് കമ്പ്യൂട്ടറും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വേണം, അതിനെ പറഞ്ഞ് പഠിപ്പിക്കണം അല്ലേ? അപ്പോൾ അതിനായിട്ടാണ് സോഫ്റ്റ്വെയർസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ ഫ്രെയിംവർക്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനുകളാണ്. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. സോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിന് രണ്ട് രീതിയിലാണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനും ഉണ്ട്, മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻസും ഉണ്ട്. സോ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു URLയുടെ സഹായത്തോടു കൂടി ലോഞ്ച് ചെയ്യുന്ന, അതായത് ഒരു ലാർജർ ഡിവൈസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ URL വെച്ചിട്ട് ലോഞ്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സ്ക്രീനിനകത്തിൽ നമ്മളുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഡിവൈസസിനകത്തിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന്, പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണെങ്കിലും മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യരുടെ ഡെയിലി അവരുടെ ചെയ്യുന്ന നീഡ്സുകൾ, അതായത് ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ, പ്രൊഡക്റ്റ് പർച്ചേസ്, അപ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഡെയിലി എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ ടൈം ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കത് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ആവശ്യത്തിനും നമ്മൾ കംപ്ലീറ്റ്ലി ആപ്ലിക്കേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, അതുപോലെ ഫേസ്ബുക്ക് ഉണ്ട്, സ്കൈപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം ഓരോന്നിനും പല പല യൂസ് ആണുള്ളത്. ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ നമുക്കൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ്, നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്, അതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ഇനി അതേപോലെ തന്നെ വേറെ സ്കൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെതായിട്ടുള്ള നീഡുകളുണ്ട്. ഇനി ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് UPI ആപ്സ് ഉണ്ട്, ലൈക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈസിലി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഒരു ബാങ്കിൽ ഫിസിക്കലി പോയി നമുക്ക് ആർക്കാണോ സെൻഡ് ചെയ്യുന്ന അവരുടെ അക്കൗണ്ട് നമ്പർ ഒരു കൗണ്ടർ ഫോയിലിൽ എഴുതി അല്ലെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ കയ്യിൽ ഒരു ഫോൺ, ഒരു ചെറിയ മൊബൈൽ ഡിവൈസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ട്രാൻസാക്ഷൻ പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിപ്പെൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ വളരെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ഗൂഗിൾ പേ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അത് പ്രോപ്പർലി ട്രാൻസാക്ട് ആകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആളുടെ ഒരു UPI ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ കൊടുക്കുന്ന സമയത്ത് അതിനെ കറക്റ്റായിട്ട് ഫെച്ച് ചെയ്ത് ട്രാൻസാക്ഷൻ അവിടെ പോസിബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെയിലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം എന്താണോ മെയിൻലി ആ ഒരു ആപ്ലിക്കേഷന്റെ പർപ്പസ് അതവിടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പം ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഫെയിലിയർ തന്നെയാണ്. ആ ഒരു ഫെയിലിയർ എന്തിന് കാരണമാകും? ബിസിനസ് ലോസിന് വളരെ കാരണമാകും. അപ്പോൾ കസ്റ്റമറിന്റെ കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. കാര്യം ഇത്രയും നമ്പർ ഓഫ് യൂസേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ആർക്കും തന്നെ ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷൻസും പോസിബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ബിസിനസ് തകരുക തന്നെ ചെയ്യും. അപ്പൊ അതിനെ ഒഴിവാക്കാനായിട്ടാണ് നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതേസമയം പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം, അപ്പൊ ഈ ഒരു മിഡ് പീരീഡിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബിഗിനിങ് സ്റ്റേജ് മുതലേ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഡിഫക്റ്റുകളെ അല്ലെങ്കിൽ ബഗ്ഗുകളെ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഏതൊരു പ്രോഡക്റ്റ്, ഇപ്പം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന്റെ കേസ് അല്ല, ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ്, നിങ്ങളൊരു കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഡയറക്ട്ലി നമ്മൾ ഷോറൂമിൽ ചെന്നിട്ട് അവിടെ നിന്ന് കാർ പർച്ചേസ് ചെയ്യുവല്ല ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും? പല ആൾക്കാരുടെ അടുക്കൽ ചോദിക്കും അല്ലേ, നിങ്ങളൊരു കാർ ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, മൈലേജ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവരോട് നിങ്ങൾ ചോദിക്കും ഉറപ്പായിട്ട്. അതിനുശേഷം നിങ്ങൾ ഒരു ഷോറൂമിൽ പോയാൽ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങളൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ആസ്ക് ചെയ്യും. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ കാർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ റിക്വയർമെന്റ്സ് എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു വേണ്ടി ടെസ്റ്റ് ഡ്രൈവിന് ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള നില പോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ യൂസറിന്റെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ, അതേസമയം ബിസിനസ് റിക്വയർമെന്റിനോട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ മെയിൻ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കരിയറിലേക്ക് ആർക്ക് വേണമെങ്കിലും സത്യം പറഞ്ഞാൽ എൻട്രി ആവുന്നതാണ്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന് ഒരു സ്പെസിഫിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല. ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ല് നിങ്ങൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു ഡിഗ്രി ഉള്ളവർക്കും ഏതൊരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കോഡിംഗ് ഒക്കെ മിനിമൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, കോഡിംഗ് വളരെ പാടാണ്, പ്രോഗ്രാമിംഗ് ഭയങ്കര പാടാണ് എന്ന് ചിന്തിക്കുന്നവർക്കും ഉറപ്പായിട്ടും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നല്ലൊരു കരിയറാണ്. അപ്പോൾ IT കരിയറിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പല രീതിയിലുമുണ്ട്. സോ കോഡിംഗ് ആവശ്യമുള്ളതുകൊണ്ട് കോഡിംഗ് ആവശ്യമില്ലാത്തവയുമുണ്ട്. അപ്പം ഇതിലേത് നമ്മൾ ചൂസ് ചെയ്താലും ഇതെല്ലാം ടെക്നിക്കൽ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണുള്ളത്, എന്താണ് മാനുവൽ ടെസ്റ്റിംഗ്, എന്തൊക്കെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന് കരുതേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കുന്നതായിരിക്കും. താങ്ക് യു.